ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊണ്ട് നമ്മളിന്ന് പണിസ്ഥലത്തേക്ക് പോക്കാണേ. നമ്മുടെ സുരേഷ്, മധുവേട്ടൻ എല്ലാവരും ഉണ്ടേ. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. മരത്തിൻ്റെ പണിയെടുക്കുന്ന ആളുകളാണ്. മരം ഇന്നലെ ഞാൻ പറഞ്ഞില്ല സ്കൂട്ടറിന് പോയി തട്ടിയെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇവിടുത്തെ ഈ സംഭവം ഒന്ന് ഇളകി പോന്നിട്ടുണ്ട്. ഇന്നിപ്പം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ഇവിടുത്തെ ലോക്ക് പോയി എന്നാണ് തോന്നുന്നത്. എങ്ങനെയാടാ ഇവിടെ മുകളിൽ 5 തെങ്ങിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടേ. അവർക്ക് എവിടെയോ പോകാനാണെന്നാണ് പറഞ്ഞത്. അവിടേക്ക് ആളെ എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഈ വീട്ടിൽ വീടെല്ലാം പോയിട്ട് ഞാൻ വണ്ടി ഓടിച്ചോന്ന് അറിഞ്ഞില്ല. വോളിയം കുറവായിരുന്നു കൊണ്ട് ഇതിനൊന്നാതെ കുടുകുടു എന്നുള്ള ഒച്ചയും കൂടെ ആയതുകൊണ്ട് ഞാനിപ്പം ബസ് സ്റ്റോപ്പിൽ കൊണ്ടേ വിട്ടു കേട്ടോ. അവർ പയ്യാവൂർ പോന്നാ. ഹലോ, ഞാനിപ്പം വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടേ പോവാണേ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബാക്കിൽ ആ മഡ്ഗാർഡ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ക്ലിപ്പല്ലേ ഊരിപ്പോട്ടെ. ക്ലിപ്പൊക്കെ ഇട്ടൊന്ന് പിടിപ്പിക്കണം. അങ്ങനെ പോവാം. ഉളിക്കലിലേക്കാണ് പോകുന്നത്. ഉളിക്കൽ ഇത് പയ്യാവൂർ ഇരിട്ടി റോഡാണ് കേട്ടോ. ഉളിക്കൽ കൂടി പോകുന്ന റോഡായത്. മലയോര ഹൈവേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മലയോര ഹൈവേ. നമ്മളിപ്പം മുണ്ടാനൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടാനൂർ ഒരു സംഭവത്തിൽ ഫേമസ് ആണ്. ഞാൻ സ്ഥലം കാണിച്ചു തരാം. കേട്ടോ, ദൂരെ കാണുന്ന ഒരു ചെറിയ കള്ളുഷാപ്പ് കണ്ടോ. ചെറിയ കള്ളുഷാപ്പാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, ബോച്ചെ ഒക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മുണ്ടാനൂർ ടൗൺ. ചെറിയ ടൗണാണ്. ഇത് നമ്മുടെ നുച്ചിയാട് ടൗണാണ് കേട്ടോ. നുച്ചിയാട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീതി കുറഞ്ഞ നുച്ചിയാട് പാലത്തിലേക്ക് ചെല്ലാവേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറം സൈഡാക്കി വെക്കണം. വീതി കുറഞ്ഞ പാലമാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് എത്താറായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ വർക്ക്ഷോപ്പ്. പോയി കഴിഞ്ഞപ്പോഴേ അവന്മാർക്ക് അത് ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടെന്നാ. അപ്പോൾ അവിടെ ബോഡി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ സാധനം ബമ്പർ അയച്ചിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞേ. അപ്പോൾ വേറൊരു വർക്ക്ഷോപ്പിലേക്ക് വേഗം പോവാം. ഇവിടെയാണ് ബോഡി വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിൻ്റെ നമ്മുടെ ഇപ്പം പോയ ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പുകാരുടെ തന്നെ വർക്ക്ഷോപ്പായിരുന്നു ഇത് കേട്ടോ. അവരിവിടെ ആയിരുന്നു നേരത്തെ. അപ്പം അങ്ങോട്ട് മാറ്റിയതാണ്. ഓ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് കുറച്ച് സ്ക്രൂ ചെയ്തപ്പോൾ തന്നെ സംഭവം സെറ്റായി. അരഞ്ഞാണം പിടിപ്പിക്കാൻ പോയതാ. ആ അരഞ്ഞാണം വെള്ളി അരഞ്ഞാണം. ആ വെള്ളി അരഞ്ഞാണം അവിടെ ഇല്ല പോലും. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് വരുള്ളൂ. ഞാൻ പറഞ്ഞപ്പം വ്യാഴാഴ്ച വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ചവനക്കാമ്പാറ സ്റ്റാൻഡിലേക്ക് പോവാം. എനിക്കിപ്പോൾ ഒരു ചേച്ചീനെ കൂടെ കിട്ടിയിട്ടുണ്ട് വഴിക്കുന്നത്. അപ്പോൾ ചേച്ചീനെ കൊണ്ട് അവിടെ എവിടെ നമ്മൾ പോകേണ്ട? എവിടെയാ? കാഞ്ഞിലേരി. ഓക്കെ, കാഞ്ഞിലേരി വരെ പോകണം നമുക്ക്. നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്നത് ചമതച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ചമതച്ചാൽ പള്ളി റൈറ്റ് സൈഡിൽ. ഇത് കണ്ടകശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് ഇതിലെ പോയാൽ നമുക്ക് കാഞ്ഞിലേരിയൊക്കെ ചെല്ലാൻ പറ്റും. ഈ വഴിക്ക് പോകണം നമുക്ക്.
ഇത് സ്ഥലത്തിന് പേര് ബാലങ്കരി തന്നെയല്ലേ? ചേച്ചി സാധനം എടുത്തോ? ആ സാരമില്ല. നമുക്ക് ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയ ഒരു ഓട്ടമാണേ. അല്ലെ നമ്മൾ വെറുതെ കാലിയടിച്ച് പയ്യാവർക്ക് ഇങ്ങോട്ട് പോരണല്ലോ. അപ്പോൾ വഴികുന്നൊരു ചേച്ചി എന്നെ ചിരിച്ച് കാണിച്ചു, കൈ കാണിച്ചു, കയറി. ഭാഗ്യം ഇവിടം വരെ ഓടാൻ പറ്റി. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അലക്സ് നഗർ പാലം വളരെ ഫേമസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇത് അലക്സ് നഗറിലെ പുതിയ പാലമാണ് കേട്ടോ. തൊട്ട് മുമ്പിൽ കാണുന്നതാണ് അലക്സ് നഗർ ചർച്ച്. ഇവിടുത്തെ പുഴയൊക്കെ കാണാം, നല്ല അടിപൊളി പുഴ, നല്ല ശുദ്ധജലമാണ്. കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാം. പറഞ്ഞല്ലോ ഇവിടെ ഒരു വളരെ ഫേമസ് ആയ ഒരു സ്ഥലമുണ്ടെന്ന്, അത് ഞാൻ കാണിച്ചു തരാവേ. ഇതായി കാണുന്നത് കേട്ടോ, ഇത് അടിപൊളി ഒരു കമ്പിപ്പാലമാണ്. വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നഷ്ടപ്പെടാം. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണേ. പണ്ട് കാലത്ത് ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഈ പാലമായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം കേട്ടോ. ഇതിവിടുത്തെ കണ്ടകശ്ശേരി പാലമാണ് കേട്ടോ. തകർന്ന തരിപ്പണമായി കിടക്കുന്നൊരു പാലമാണ്. ഇവിടെ അധികൃതരൊന്നും തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. ഇത് എനിക്കൊന്നൊരു 2-3-4 വർഷമായിരുന്നു ഇതേ കണ്ടീഷൻ ഇവിടെ കിടക്കുന്നു. മിക്കവാറും ഇത് തകർന്ന തരിപ്പണമായിട്ട് ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ തിരിഞ്ഞു നോക്കത്തുള്ളൂ. ഉണ്ടോ ഈ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ് ഉണ്ടോ, ഇവിടെ പൊട്ടിയിട്ട് പാലം തകർന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. ഈ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് ഒരു ഇറക്കമാണ്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോഴല്ലോ ഈ പാലം അങ്ങനെ കടന്ന് കുലുങ്ങുവാണ്. നിരവധി സ്കൂൾ ബസ്സുകളൊക്കെ ഈ വഴിക്ക് കടന്നു പോകുന്നതാണ്. ജനങ്ങൾക്ക് ഇങ്ങനെ പറയാമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. നമ്മുടെ ചെക്കൻ അങ്ങ് അറ്റത്ത് കിടപ്പുണ്ടേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി. ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ കാര്യം. ഈ പാലത്തേക്കൂടെ ഇതേക്കൂടെ നമ്മൾ പോകുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും ഇതിലെ പോകുമ്പോൾ ഉണ്ടല്ലോ സകല ദൈവത്തോടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അടുത്ത ദിവസം ഭക്ഷണമാകാനുള്ള സാധനങ്ങളായി കിടക്കുന്നത്. ഒരെണ്ണം ചത്തുപോയോ? നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ ഒരു കാര്യത്തിലും പ്രതികരിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. വെറുതെ പറയാമെന്ന് മാത്രം. കോൺവെന്റ് വരെ പോവാണേ. അടുത്ത സിസ്റ്ററിന് പനി പിടിച്ചെന്ന് പറഞ്ഞു കേട്ടു. അതുകൊണ്ട് പയ്യാവൂർ ആശുപത്രിയിൽ പോകണം. ഓക്കെ, ആശുപത്രിയിലാണ് ഉള്ളത്. ട്രിപ്പിട്ട് കിടക്കുക. പനി കൂടിപ്പോയി. നമ്മൾ രാവിലെ കൊണ്ടുപോയിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ തിരിച്ച് വീട്ടിലാക്കാൻ പോവാ. പണിയെല്ലാം കഴിഞ്ഞു. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, എൻ്റെ പുതിയ ചാനലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ പുതിയ ചാനലാണ്. അതുകൊണ്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാകണം. നിങ്ങളുടെ കൂട്ടുകാർക്കും മിത്രാദികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. താങ്ക് യു.